CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തുടരും. 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 4 പേർ പുതുമുഖങ്ങളാണ്. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമെന്ന് ആർ നാസർ പറഞ്ഞു. ജില്ലയിലെ ഏതാണ്ട് 42,900 പാർട്ടി അംഗങ്ങളുണ്ട്. അതേപോലെ 2811 ബ്രാഞ്ചുകളുണ്ട്. 159 ലോക്കൽ കമ്മിറ്റികളുണ്ട്. 15 ഏരിയ കമ്മിറ്റിയുണ്ട്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി. ഇത്രയും ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിന്നു ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതിന് ഉതകുന്ന തീരുമാനങ്ങളാണ് ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, മാധ്യമങ്ങൾക്ക് നുണവാർത്തകൾ പ്രചരിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ഒരു CPM ജില്ലാ സമ്മേളനം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ CPMനെ നയിക്കാൻ ആർ നാസർ തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 4 പേർ പുതുമുഖങ്ങളുമാണ്. പൊതുസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്കറിയാം. എന്താണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പുതുമുഖങ്ങൾ ആരൊക്കെയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയിലെ? സിജു, ഏതാണ്ട് 2818 ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയായി ജില്ലയിൽ. അതിനുശേഷമാണ് ഇപ്പോൾ നേരത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ ഈ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനിടയിലൊക്കെ തന്നെ യാതൊരു വിവാദങ്ങൾക്കും വഴി നൽകാതെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഈ സമ്മേളനം സമാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് 46 അംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ പുതുമുഖങ്ങൾ എന്ന് പറയാവുന്നത് P. രഘുനാഥ്, U. പ്രതിഭ, അജയ് സുധീന്ദ്രൻ, MS. അരുൺകുമാർ. ഈ 4 പേരാണ് പുതുമുഖങ്ങളായിട്ട് ഇപ്പോൾ ഈ പുതിയ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 28 അംഗ സംസ്ഥാന കമ്മിറ്റി പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ച 2 ദിവസങ്ങളിലായിട്ട് നടന്നത്. ഈ 2 ദിവസങ്ങളിൽ നടന്ന ചർച്ച ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പൂർത്തീകരിച്ചത്. അതിനുശേഷം ജില്ലാ സെക്രട്ടറി മറുപടി നൽകി. പിന്നീട് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി നൽകുകയുണ്ടായി. ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ള പാർട്ടിക്ക് വന്ന വീഴ്ചകളും അതേതൊക്കെ മേഖലകളിലാണ്, അതെങ്ങനെ പരിഹരിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അതിൻ്റെ പോരായ്മകളൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ അതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, അത്തരത്തിൽ പാർട്ടിയുടെ എല്ലാ മേഖലകളിലുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നേതാക്കളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ നേതാക്കൾ എല്ലാവരും തന്നെ ഈ 3 ദിവസവും നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കം ഇവിടെ പങ്കെടുത്തിരുന്നൊരു ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ജില്ലയിൽ നമുക്കറിയാം, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 9 സീറ്റുകളുടെ 8 നേടി നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിൽ പൂർണ്ണമായിട്ടും വരുന്ന തിരഞ്ഞെടുപ്പിലും എല്ലാ സീറ്റുകളും നേടിക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ വീണ്ടും തിരഞ്ഞെടുത്തത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ പല ഭാഗങ്ങളിലും നേരിയ തോതിൽ വോട്ടുകൾ കുറവുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ പരിശോധിച്ച് പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ സമഗ്രമായ ചർച്ചകളാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നടന്നത്. ഇനിയിപ്പോൾ ഉള്ളത് റെഡ് വാളിൻ്റെ പരേഡാണ്. അതേതാണ്ട് 10,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരേഡുണ്ട്. അതോടൊപ്പം തന്നെ ഹരിപ്പാട് കേന്ദ്രീകരിച്ച് മാത്രമുള്ളൊരു ബഹുജന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം നടക്കുക. സമാപന സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ നേതാക്കളും പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി പുതുതായിട്ട് ചുമതലയെടുത്ത ആർ നാസർ. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആർ നാസറിനെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. 3-ാം തവണയാണ് ആർ നാസർ ജില്ലാ സെക്രട്ടറിയാകുന്നത്. സമരമുഖങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ് ആർ നാസർ.